ഇനിയിപ്പോ മനസ്സിലുണ്ടാവും ഒരു പ്രോജക്റ്റ് ചെയ്യണം അല്ലെ, അതിന്റെ ഒരു പ്ലാനിംഗ് ഒക്കെ ആയിട്ടായിരിക്കും നീങ്ങുന്നുണ്ടാവും, അതിനെ കുറിച്ച്? നമ്മുടേതായ ചാനലിൽ വേറൊരു വർക്ക് വരുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ 2 വർക്ക് എന്താ പറയുക നല്ല രീതിയിൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും അതിന് കൊടുക്കുന്നത് ആ ഒരു രീതിയിലുള്ള സാധനം തന്നെ കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മളോട് ഇപ്പം മെസ്സേജ് ഒക്കെ വരുന്നത് ഇങ്ങനെയുള്ള ഒരു ഉപദേശ ഗാനങ്ങൾ, മെസ്സേജുകളുള്ള അങ്ങനെയുള്ള പാട്ടുകൾ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പ്ലാൻ ഉണ്ട് നമ്മുടെ ചാനലിൽ ചെയ്യാനുള്ള. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് പെരുന്നാളിന് വരുന്ന പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാളിനൊരു വർക്ക് നമ്മുടെ ഫാമിലി ആയിട്ടൊരു വർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചാനലല്ല, റൈൻ ടൂൺസ് എന്ന് പറഞ്ഞ ചാനലിലുള്ള സനൂഫർ സനുവാണ് അത് എഴുതിയിട്ടുള്ളത്. കലിയിൽ നിന്നാണ് ആ ഒരു പെരുന്നാൾ വർക്കിൻ്റെ പേര്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്ന് 19-ാം തീയതി യൂട്യൂബിൽ റിലീസാവുന്നതാണ്. അപ്പോൾ ആ വർക്ക് നിങ്ങൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ പെരുന്നാളിൻ്റെ നമ്മുടെ ഒരു സമ്മാനമായിട്ട് എല്ലാവരും കാണണം. ഖലീൽ ഇബ്രാഹിം നബിയുടെ ഒക്കെ ചരിത്രം പറയുന്നൊരു പാട്ടാണ്. പലപ്പോഴായിട്ട് നമുക്കറിയാം നമ്മുടെ ഈ ഓരോ വളർച്ചയിലും അല്ലെങ്കിൽ നമ്മുടെ ഈ കലാരംഗത്തൊക്കെ വിവാദങ്ങൾ വേഗം പുറകെ ഓടി വരാം. അങ്ങനെ എന്തെങ്കിലും വല്ലതും? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എന്നെ സംബന്ധിച്ചോളം ഒരു പാട്ട് പാടുക, എന്തെങ്കിലും ഒരു ടീമിൻ്റെ വർക്കാണ് അത് പോയി പാടുക വരിക, അല്ലാണ്ട് അതിനെക്കുറിച്ച് വേറെ അനാവശ്യ ചർച്ചകളോ അങ്ങനെ ഒന്നിൽ ഞാൻ നിൽക്കാറില്ല പൊതുവെ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ താങ്കൾ തുടക്കം കുറിക്കുന്നു, ഭാര്യ അതിലേക്ക് വരുന്നു, മകൻ വരുന്നു, മകൾ വന്നു, എല്ലാവരുമായി പ്രേക്ഷകർ സ്വീകരിച്ചു. ഈ പ്രേക്ഷകരോട് താങ്കൾക്ക് പറയാനുള്ളതും പങ്കുവെക്കാനുള്ളതും എന്താണ്? ഞങ്ങൾ ഈ ഇരിക്കുന്ന ഈ ഒരു ഇൻ്റർവ്യൂവിൽ പോലും ഇരിക്കാൻ കാരണം പ്രേക്ഷകരാണ്. പ്രേക്ഷകർ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞങ്ങളെ ഏത് രീതിയിലും കമൻറ്റിലൂടെ എല്ലാ ഉപദേശങ്ങളും എല്ലാം തരുന്നത് പ്രേക്ഷകരാണ്. പ്രേക്ഷകരില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മളില്ല. ഒരു കലാകാരൻ, എല്ലാ കലാകാരന്മാരുടെയും അവസ്ഥ അതാണ്. പ്രേക്ഷകർ അവരുടെ മനസ്സിൽ സ്ഥാനമില്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല. അപ്പം അത് എല്ലാ കലാകാരന്മാരും മനസ്സിലാക്കുക. അതുപോലെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടും പ്രോത്സാഹനവും പ്രാർത്ഥനയും എല്ലാം ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവണം. നിങ്ങളുടെ സ്നേഹം എപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. ഓക്കെ, താങ്കളോട് ചോദിക്കുകയാണ്. കാരണം ചെറുതിലെ പാടുകയും പിന്നീട് സ്കൂൾ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ പാടുകയും കുട്ടിക്കാലത്തെ നമ്മുടെ കാണുന്നു, ഇദ്ദേഹത്തെ കാണുന്നു, സ്നേഹത്തിലാവുന്നു, പ്രണയത്തിലാവും, വിവാഹം കഴിച്ചു. അപ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരാളെ ഭർത്താവായിട്ടും ഈ മക്കളെ ലഭിച്ചതിലുള്ള സന്തോഷം കൂടി എങ്ങനെ പങ്കുവയ്ക്കുന്നു? അതെന്താ വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെ, വാക്കിനപ്പുറത്താണ്. കാരണം അങ്ങനെയുള്ള ഒരു ഹസ്ബൻഡിനെ കിട്ടിയത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പോലും ഞാൻ ഇരിക്കുന്നത്. അതുപോലെ തന്നെ മക്കളിലൂടെ ആയാലും ജനങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടും ഫാമിലിയിൽ നിന്ന് എല്ലാവരുടെ അടുത്തും നല്ല സപ്പോർട്ടാണ്. പഠിച്ചുകൊണ്ടെടുത്ത് നന്ദി പറയുന്ന അത്ര തന്നെ എല്ലാവരോടും. പലപ്പോഴായിട്ട് നമുക്കറിയാം, പലപ്പോഴും താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ പെൺകുട്ടികൾ ഈ പാട്ട് രംഗത്തേക്ക് സ്കൂളിലൊക്കെ പാടി അവിടെ ഒതുങ്ങും. മറ്റു പൊതുവേദികളിൽ ഇന്ന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായില്ല, പക്ഷെ ഇപ്പോഴും ഒതുങ്ങി കൂടുന്നവരുണ്ട്, നമുക്കറിയാം. അപ്പൊ അവരോട് താങ്കൾക്ക് പറയാനുള്ളത്, കാരണം താങ്കൾ അത് അനുഭവിച്ചു വന്നു, പിന്നീട് അത് ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ പറയാനുള്ളത് എന്താ? പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് വരാം. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് വരാം. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ ഫീൽഡിൽ വന്നാലും നമ്മൾ നമ്മളായി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്തെങ്കിലും. കാരണം പ്രത്യേകിച്ച് പെൺകുട്ടികളാവുമ്പം നമ്മളെപ്പോഴും സേഫാക്കി വെക്കുക, അതാണ് കാര്യമായിട്ട് പറയാനുള്ളത്. നമ്മൾക്ക് എന്തെങ്കിലും പിന്നെ മോശമായിട്ടുള്ള അവസ്ഥകളുണ്ടാകും, പക്ഷെ അത് പിന്നെ തരണം ചെയ്ത് വരാൻ വേണ്ടി നമുക്ക് പറ്റണം. പിന്നെ നമ്മൾ ഒരിക്കലും അതിലേക്കൊന്നും വഴുതി വീഴാൻ പാടില്ല. ആ ഒരു കാര്യമാണ്. സ്വയം സുരക്ഷ എന്തായാലും ഉണ്ടാകണം. കാരണം നമ്മൾ എന്ത് കണ്ടാലും അതിൽ നേരെ ചാടി ഇതാക്കാൻ പാടില്ല. നമ്മളിപ്പോൾ നമ്മളെ കാര്യങ്ങൾ പാടാനുണ്ടെങ്കിൽ നമ്മൾ പാടാം, നമ്മളെ കാര്യങ്ങൾ ചെയ്യാം. ആ രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഇത്രയും മുന്നോട്ടേക്ക് പോകും. അതിൻ്റെ ഇടയിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് പെരുമാറുക. അതെ.